ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇനി ഞാൻ വന്നിട്ടുള്ള നല്ല അടിപൊളി പാൽദോശയുടെ റെസിപ്പി ആയിട്ടാ. നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും, എന്നാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടാ. ദോശയാണ് നല്ല കണ്ണാടി പോലെ ഉണ്ടാവും ദോശ കാണാൻ വേണ്ടിയിട്ടും കഴിക്കാൻ വേണ്ടിയിട്ടും. നല്ല കറുമുറ നല്ല അടിപൊളി ദോശയുടെ റെസിപ്പി. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 1.5 കപ്പോളം അരി ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പച്ചരി വേണമെങ്കിൽ പച്ചരി എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ബിരിയാണി റൈസ് ഉണ്ടല്ലോ, ജീരക സാധാ റൈസ്, അതായാലും കുഴപ്പമൊന്നുമില്ല. അതിന് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മാത്രം ചോറിട്ട് കൊടുക്കുക. അതിലേക്ക് 1.5 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. നല്ല കട്ടിയുള്ള 1.5 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചിട്ടെടുക്കുക. അപ്പോൾ നമ്മൾ അരി എടുക്കുന്ന അതേ കപ്പിൽ തന്നെ 1.5 കപ്പോളം തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് ഒന്നും ആവശ്യമില്ല. നമുക്ക് അരിയും തേങ്ങാപ്പാലും കുറച്ച് ചോറും മാത്രം മതി കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ദോശ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പം കാണുമ്പോൾ തന്നെ തിരിഞ്ഞ് നല്ല പാല് പോലെയുള്ള നമുക്ക് മാവ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഒരു ദോശക്കല്ലിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ആക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ എണ്ണയൊന്നും ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതങ്ങനെ നമുക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ചുട്ടിട്ടെടുക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ഓരോ ദോശയായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചിട്ട് ചുട്ടിട്ടെടുക്കാം. അപ്പം മാവ് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ. മാവ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഫുള്ളിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ആറി വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ മുകളിലേക്ക് നെയ്യാക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആക്കി കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ കുറച്ച് നെയ്യാക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇതിങ്ങനെ പൊന്തി വരും. ആ ഒരു സമയത്ത് നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്കിത് തിരിച്ചിട്ട് കൊടുക്കേണ്ടതാണെങ്കിൽ നമുക്കിത് മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മോൾ ഭാഗം വേകുന്ന സമയത്ത് നമുക്കിത് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ നല്ല കറുമുറാന്ന് ദോശ ഉണ്ടാവും കേട്ടോ. നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള നമ്മൾ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ പാൽദോശ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ കൂട്ടത്തിൽ കറികളൊന്നും ആവശ്യമില്ല കേട്ടോ. നമുക്കിത് ഇതുപോലെ തന്നെ നല്ല ചൂടോടെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മളിനി രാവിലെ ഇതേ ഉണ്ടാക്കും. അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ദോശ ആട്ടോ ഇത്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ പിന്നെ കാണാം. ബൈ, താങ്ക് യു.